ഏകദേശം 3 ലക്ഷം പേർക്കെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ജപ്പാൻ സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ തന്നെ പുറത്തുവിട്ട കാര്യമാണ്. അതിനുശേഷമാണ് ഈ ബാബ വാൻഗ എന്നറിയപ്പെടുന്ന റയോ തത്സുഗി തൻ്റെ പുസ്തകമായിട്ടുള്ള ഫ്യൂച്ചറൈസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ താൻ സ്വപ്നം കണ്ട കാര്യങ്ങളെന്ന പേരിൽ ഇതൊക്കെ എഴുതി വെച്ചത്. ഇപ്പോൾ അവിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരു വലിയ വാർത്തയായി മാറുന്നു. അതായത് ലോക മാധ്യമങ്ങൾ മുഴുവൻ ജപ്പാനിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് ഏറ്റെടുക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവിടെ റിക്ടർ സ്കെയിലിൽ 6.2 വരെ വന്ന ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളാരും പറഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ പ്രഡിക്റ്റ് ചെയ്തതൊന്നുമല്ല. അവിടെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജിയുടെ റിപ്പോർട്ടാണ്. അതാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു കാര്യം. അവിടെ 6ന് മുകളിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് ഫിലിപ്പീൻസിനും ജപ്പാനും ഇടയിൽ കടലിനടിയിൽ വലിയ വിള്ളൽ സംഭവിക്കും. അങ്ങനെ വിള്ളൽ സംഭവിക്കുമ്പോൾ വലിയ സുനാമി ഉണ്ടാകും. ആ സുനാമി അടിക്കാൻ പോകുന്നത് തൊഹുക്കുയിൽ 2011 ഉണ്ടായതിനേക്കാൾ വലിയ ഭൂകമ്പമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ്.